കുടുംബയോഗങ്ങളിലും മറ്റും സ്ഥാനാർത്ഥികൾക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥി എത്താൻ വൈകിയാലും ആളുകൾ പോകാൻ പാടില്ല, അത് നിർബന്ധമാണ്. അപ്പൊ എന്ത് ചെയ്യും? ആളുകളെ പിടിച്ചിരുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പൊ എന്തെങ്കിലും വഴിയുണ്ടോ അതിന്? ഉണ്ട്. ആ ഒരു വഴിയാണിത്. കാത്തിരിക്കുന്നവർ മുഷിയാതിരിക്കാൻ പൈലറ്റ് പ്രസംഗം മുതൽ പല അടവുകളുമുണ്ട്. പൊന്നാനിലെ UDF സ്ഥാനാർത്ഥി സ്വീകരിക്കുന്ന ഒരു കിടിലൻ ഐഡിയ ഉണ്ട്, കണ്ടു നോക്കാം നമുക്ക്. അത് കൊള്ളാലോ, കാണണല്ലോ, തകർപ്പന. രാവിലെ 8:30 എത്താമെന്ന് അറിയിച്ച സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി എത്തിയത് 1 മണിക്കൂർ വൈകി. പക്ഷേ കാത്തിരുന്നവർക്ക് മടുപ്പില്ല, ഓട്ടൻതുള്ളൽ ആസ്വദിക്കുകയാണ്. സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരോട് പറയാനുള്ള കാര്യങ്ങൾ നർമ്മവും ഹാസ്യവും നിറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുന്നു. ആദ്യ ഭാഗം കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ. ബീഫിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെ ദേശീയ വിഷയങ്ങൾ. സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരായ വിഷയങ്ങളും ഏറെയുണ്ട്. ഒടുവിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥനയും. ആളുകൾ മുഷിപ്പില്ലാതെ ആസ്വദിച്ചിരിക്കുന്നതായി കലാകാരൻ പ്രഭു. നല്ലതുപോലെ കണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ള കാര്യങ്ങളിൽ നിന്നും ഓട്ടംതുള്ളലിലൂടെ നമ്മൾ പറഞ്ഞ് അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വരുന്നത് ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഹാസ്യ കലയാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് പെട്ടെന്ന് എല്ലാ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു വാഹനം വരുന്നതായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥാനാർത്ഥി എത്തുന്നതുവരെയാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുക. സ്ഥാനാർത്ഥി എത്തിയാൽ അടുത്ത സ്ഥലത്തേക്ക് കുതിക്കും. എല്ലായിടത്തും ആളുകളെ പിടിച്ചിരുത്തണമല്ലോ. 24 തിരൂർ.